വെറും 5000 രൂപ മന്ത്ലി SIP കൊണ്ട് 11% നിങ്ങൾ റിട്ടേൺ എടുത്തു കഴിഞ്ഞാൽ 20 വർഷമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് 43 ലക്ഷം രൂപ കിട്ടും. അത് 30 വർഷമായാൽ 1.5 കോടി രൂപയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഹലോ ഓൾ, മ്യൂച്വൽ ഫണ്ട് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിട്ടേൺസിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഒരു ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോവാം. വെറും 5000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് 1.5 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് റിയലി ദി 8th വണ്ടർ ഓഫ് ദി വേൾഡ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഫണ്ട് എടുത്തുകൊണ്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ നിക്ഷേപിക്കണം. നമുക്കറിയാം ഇന്ത്യത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 5.5% ആണ്. അതായത് ഇന്നത്തെ 1000 രൂപ അടുത്ത വർഷം 945 റുപ്പീസിൻ്റെ മൂല്യം മാത്രമേ ഉള്ളൂ. സോ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ FDയിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാം. ബട്ട് FD നമുക്ക് മാക്സിമം 7.5% റിട്ടേൺ തന്നിട്ടുള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാം. ഇൻഡെക്സ് ഫണ്ട് 12% റിട്ടേൺസ് എന്ന ചരിത്രമാണ് ഇത്രയും കാലമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഈ ഒരു 7.5ൽ നിന്ന് 12% റിട്ടേൺ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ തന്നെ വണ്ടറടിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം 5000 റുപ്പീസ് 7.5% റിട്ടേൺസ്, അതായത് FD തരുന്ന റിട്ടേൺസിൽ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 67 ലക്ഷം രൂപയാണ് കിട്ടാൻ പോകുന്നത്. അതിന് പകരം 5000 റുപ്പീസ് നിങ്ങൾ SIP ഇടുകയാണെങ്കിൽ, അതായത് ഒരു ഇൻഡെക്സ് ഫണ്ടിൽ SIP ഇടുകയാണെന്നുണ്ടെങ്കിൽ 12% നിങ്ങൾക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 1.76 കോടിയാണ്. അതായത് 1.1 crore ഡിഫറൻസ്. സോ ചെറിയ പെർസെൻറ്റേജ് വരെ ഹ്യൂജ് ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. ഇനി മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതുവഴി ഏറ്റവും ബെസ്റ്റ് റിട്ടേൺസ് ഏതാണ് തന്നിട്ടുള്ളത് നമുക്ക് പരിശോധിക്കാം. മെയിൻലി 3 ടൈപ്പ് ഓഫ് റിട്ടേൺസ് ആണ് ഉള്ളത്. ഒന്ന് ആനുവൽ റിട്ടേൺസ്, ഒന്ന് ട്രയലിംഗ് റിട്ടേൺസ് അഥവാ CAGR, മൂന്നാമത് റോളിംഗ് റിട്ടേൺസ്. ഫസ്റ്റ് ഓഫ് ഓൾ ആനുവൽ റിട്ടേൺ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് ആ പേര് പോലെ തന്നെ നമുക്ക് ഒരു വർഷം എത്ര റിട്ടേൺസ് തന്നിട്ടുണ്ടോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ABC മ്യൂച്വൽ ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ 60 രൂപയാണ് ആസ് ഓഫ് 31st December 2023. അപ്പോൾ 31st December 2024 അതിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 100 റുപ്പീസാണ്. സോ 100 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 100 ഈക്വൽ ടു 66.6%. അതായത് 66.6% ആനുവലി ആ ഒരു ഫണ്ട് റിട്ടേൺ തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ വർഷത്തെയും റിട്ടേൺസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്താ വെച്ചാൽ മോസ്റ്റ്ലി ആൾക്കാർ ലാസ്റ്റ് ഇയേഴ്സിൻ്റെ ഒരു റിട്ടേൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ബട്ട് അതിൻ്റെ പ്രീവിയസ് ഇയറിൽ ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കണം തന്നിട്ടുണ്ടാകും. ബട്ട് ലാസ്റ്റ് ഇയറിൻ്റെ ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയലിംഗ് റിട്ടേൺസ് കൊണ്ടുവന്നിട്ടുള്ളത്. ട്രയലിംഗ് റിട്ടേൺസ് അഥവാ CAGR എന്നുള്ളത് നമ്മൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈമിൻ്റെ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ 3 years, 5 years, 10 years. ഈ 3 yearsനും 5 yearsനും 10 yearsൻ്റെ ഇടയിൽ ആവറേജ് എത്ര റിട്ടേൺസ് തന്നിട്ടുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ട്രയലിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഇത് കോമ്പൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് പോലും ഈ ഒരു ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ലതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ CAGRൻ്റെ ഫോർമുല നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി CAGRൻ്റെ ഫോർമുല എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. CAGRൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഫൈനൽ നെറ്റ് അസറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ നെറ്റ് അസറ്റ് വാല്യൂ റേസ് ടു ദ പവർ ഓഫ് 1 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് മൈനസ് 1. അതായത് നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ABC ഗ്രോത്ത് ഫണ്ട് 2019 അതിന് നെറ്റ് അസറ്റ് വാല്യൂ 30, 2020 അത് 30 തന്നെയാണ്, 2021 55 മാറി, 2022 42, 2023 60, 2024 100. സോ ഇത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ CAGR എന്ന് പറയുന്നത് 100 ഡിവൈഡ് ബൈ 30. അതായത് 100 എന്ന് പറയുന്നത് ഫൈനൽ നെറ്റ് അസറ്റ് വാല്യൂ, 30 എന്ന് പറയുന്നത് ഇനീഷ്യൽ നെറ്റ് അസറ്റ് വാല്യൂ, റേസ് ടു ദി പവർ ഓഫ് 1/5 നമ്പർ ഓഫ് ഇയേഴ്സ് മൈനസ് 1. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0.26 കിട്ടും. ഇൻറ്റു 100 26.6%. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ 2019 5,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2020 ആയപ്പോൾക്ക് അത് 6,300 പിന്നെ 2020 ഈ 6,300 കൂടെ 26.6% വെച്ചിട്ട് നമുക്ക് 2021 7,938 രൂപ നമുക്ക് കിട്ടി. പിന്നെ 7,938 പ്ലസ് 26.6% വെച്ചിട്ട് നമുക്ക് ഇത്രയും 10,000 രൂപ കിട്ടി. സോ ഇങ്ങനെയാണ് CAGR വർക്ക് ചെയ്യുക. ബട്ട് CAGRന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2019 ഇവിടെ 30 രൂപ കിട്ടി. 2020 2023 വരെ നമുക്ക് നെഗറ്റീവ് റിട്ടേൺസ് ആണെങ്കിൽ പോലും 2024 റിട്ടേൺസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കാരണം ഫോർമുല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫൈനലും ഇനീഷ്യലിലെ നെറ്റ് അസറ്റ് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള നമ്മളുടെ ലോസുകൾ, അതായത് 2020 0% കിട്ടി, 2021 83%, 2022 -23%, ഇതൊന്നും CAGR കൺസിഡർ ചെയ്യില്ല. സോ 2022 നിങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് റിട്ടേൺസ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു പ്രോബ്ലം സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോളിംഗ് റിട്ടേൺസ് വന്നിട്ടുള്ളത്. റോളിംഗ് റിട്ടേൺസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. റോളിംഗ് റിട്ടേൺസ് ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിൽ ഓവർലാപ്സ് ചെയ്തുകൊണ്ടുള്ള റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു 10 ഇയേഴ്സിൻ്റെ ഡാറ്റ എടുക്കുകയാണ്. ഇത് ABC ഗ്രോത്ത് ഫണ്ടിൻ്റെ 2016 മുതൽ 2026 വരെയുള്ള നെറ്റ് അസറ്റ് വാല്യൂ ആണ്. റോളിംഗ് റിട്ടേൺസ് പ്രകാരം നമ്മൾ എല്ലാ 5 വർഷം 2016 മുതൽ 2026 വരെയുള്ള എല്ലാ 5 വർഷവും നമ്മൾ എന്ത് ചെയ്യും? CAGR കാൽക്കുലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 2016 to 2021 CAGR ആണ് 10.76%. അതുപോലെ തന്നെ 2017 to 2022 കാൽക്കുലേറ്റ് ചെയ്യും. 2018 to 2023 വരെയുള്ള കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ 5 വർഷത്തിൻ്റെ CAGR നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇത് പ്രകാരം നമുക്ക് ഒരു ഫണ്ട് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ തന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് റോളിംഗ് റിട്ടേൺസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ ഇത് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്. അതായത് ഒരു പ്രോപ്പർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ടുള്ള 2016 to 2021 10 ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് 7.33% ആയി, പിന്നെ 22.2% ആയി. അങ്ങനെ ഭയങ്കര ഫ്ലക്ച്വേഷൻ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു നല്ല ഫണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാതിരിക്കാം. ബട്ട് റൈറ്റ് അവേ നമുക്ക് ജഡ്ജ് ചെയ്യാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനിലുള്ള, ഫോർ എക്സാമ്പിൾ ഒരു ലാർജ് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിലെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ചിലപ്പോൾ ഈ സ്റ്റാൻഡേർഡിനേക്കാളും ഈ ഒരു ഫണ്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഫണ്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മൾ ആനുവൽ റിട്ടേൺസ് എന്താ, ട്രയലിംഗ് റിട്ടേൺസ് എന്താ, റോളിംഗ് റിട്ടേൺസ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. എല്ലാതും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ട്, ഇമ്പോർട്ടൻസും ഉണ്ട്. എപ്പോഴും നമ്മൾ ഒരു മെട്രിക്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യരുത്. സോ ഇത് പ്രകാരം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകൾ റിട്ടേൺസിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ.